ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു കവായി ജേണൽ എപ്പിസോഡ് 1 ആണ് ഗൈസ്. ഇതൊരു ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണണേ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഒരു പർപ്പിൾ തീം കവായി ജേണലാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മളിതാ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ട്, അത് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് ഇങ്ങനെ ലൈൻസ് പോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടും ഗൈസ്. പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് റൈറ്റിങ്സില്ലേ, നമ്മുടെ റൈറ്റിങ്സ് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ തോട്ട്സോ നെയിംസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ ഇതായി അപ്പോൾ റൈറ്റിങ്സ് ആയാലും ഇത്. പിന്നെ നമ്മൾ ഇതാ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 2 എണ്ണമായി കിട്ടുമല്ലോ, കണ്ടോ. എന്നിട്ട് ഞാനിത് ഫസ്റ്റത്തെ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാനിപ്പോൾ നെയിംസാണ് എഴുതിക്കുന്നത്. ചില സ്ഥലം വരുമ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതൊക്കെ റൈറ്റിങ്സ് ഒക്കെ ആയി ഗൈസ്, കേട്ടോ. ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി എഴുതി കൊടുക്കാം ഗൈസ്, കണ്ടോ. ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 സൈഡിൽ നമുക്കിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വിട്ടാലും മതി. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഴുതാണ്ട് വിട്ടാലും കുഴപ്പമൊന്നുമില്ല, കണ്ടോ. അവിടെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം. പിന്നെ നമ്മളൊരു ലേബലാണ്, സ്റ്റാറിൻ്റെ ലേബല്. നമ്മുടെ സ്റ്റാർ വരച്ചിട്ട് ഒരു സ്കെച്ചോ പേനയോ വെച്ച് ഇങ്ങനെ വരച്ചിട്ട് കുത്തു പോലെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതൊരു ലേബലായി, കണ്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റാറിൻ്റെ ലേബലാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ റൈറ്റിങ്സിൻ്റെ നടുക്കായിട്ടാണ് ഒട്ടിക്കുന്നത്, കണ്ടോ. അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്നത് റൈറ്റിങ്സ് തന്നെ വേറെ ഒരെണ്ണം എടുത്തേക്കണം ഗൈസ്. 2 റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് നമ്മളിപ്പോൾ രണ്ടാമത്തെയാണ്, കണ്ടോ. അതിനകത്തും കുറച്ച് നെയിംസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ. അതിൻ്റെ എല്ലാത്തിലും നെയിംസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വേറെ തോട്ട്സൊന്നും ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ നെയിംസ് എഴുതിയിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ഇട്ടിച്ചു. പിന്നെ അത് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതിനകത്ത് നമ്മുടെ പർപ്പിൾ കളറില്ലേ അതിങ്ങനെ അടിച്ചു കൊടുത്താൽ അങ്ങനെ അത് സ്റ്റിക്കറായില്ലേ ഇപ്പോൾ, കണ്ടോ. അങ്ങനെ ഒരു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ. പിന്നെന്ന് വെച്ചാൽ വാഷിംഗ് ടേപ്പ് നമ്മൾ ഗ്രിഡ് ലൈൻസ് തന്നെ വരച്ചിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചേക്കുന്നത്. പർപ്പിൾ ഇത് വെച്ച് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടാണ് വരച്ചേക്കുന്നത്, സ്കെയിലൊന്നും വേണ്ട ഗൈസ്. പിന്നെ നമ്മുടെ റൈറ്റിങ്സിൻ്റെ താഴെ ഒരെണ്ണൊട്ടിച്ചു, പിന്നെ ഏറ്റവും താഴെയും ഒരെണ്ണൊട്ടിച്ചു. പിന്നെ ലേബൽ തന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ലേബലില്ലേ അത് പറഞ്ഞാൽ നമ്മുടെ ഇതിന് നടുക്കായിട്ട് ഒരെണ്ണൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒരെണ്ണൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് റാബിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് വരച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരെണ്ണം കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫേസ് വരച്ചിട്ട് കളർ അടിച്ചു കൊടുത്താൽ മതി. എനിക്കിത് കാണുമ്പോൾ കുട്ടിച്ചാത്തനെ പോലും എനിക്ക് തോന്നും ഗൈസ്, കണ്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. ഞാനിവിടെ എഴുതുന്നുണ്ട് ക്യൂട്ട്. നമുക്കിങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ എഴുതാം കേട്ടോ, അല്ലെങ്കിൽ അത് എഴുതാണ്ട് വേണ്ടതായിരിക്കും കുറച്ച് നല്ലത്. ഞാൻ എഴുതിയെന്നുള്ളൂ. ക്യൂട്ട് ജേണൽ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ സ്റ്റാറിൻ്റെ ലേബലിലൊന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, കാരണം അത് ഞാൻ എല്ലാം എഴുതണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് വിട്ടു കൊടുക്കാം, കണ്ടോ. പിന്നെ ഞാൻ എഴുതുന്നത് ടേക്ക് ഗുഡ് ഹാവ് ഗുഡ് എന്ന് പറഞ്ഞാണ്. അതൊരു തോട്ടാണ് ഗൈസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഡേനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഈവനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാലും മതി. ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുഞ്ഞാക്കി ഇത് നല്ല രസമുണ്ടാവും. ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ എഴുതണമെന്നില്ല, ജസ്റ്റ് ചെറുതാക്കി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. പിന്നെ എഴുതാൻ അറിയാത്തവർക്ക് എനിക്ക് എഴുതാമല്ലോ കേസ്. ഞാൻ അവിടെ ഇതിൻ്റെ ദിസ് ജേണൽ ഈസ് അമേസിങ് അതൊക്കെ തട്ടിക്കൂട്ടി എഴുതുന്നതാണ് കേസ്. പിന്നെ ഞാൻ ഹാർട്ട് ലേബലിൽ അതിൻ്റെ അകത്ത് ജേണൽ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പർപ്പിൾ ഹാർട്ട് ലേബലിൽ അങ്ങനത്തെ എഴുതിയിരിക്കണം. സ്റ്റാറിന് ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ എനിക്കെന്തോ ആ സ്റ്റിക്കർ അവിടെ ഇരിക്കാൻ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തോരാ ഗൈസ്. അപ്പം ഞാനങ്ങനെ എടുത്ത് ഒട്ടിച്ചെന്നേ ഉള്ളൂ. നമ്മൾ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയത് ഒട്ടിക്കാം. ഞാൻ വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം ഗൈസ്, കണ്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ, അതിനോടൊന്ന് മാച്ചായിട്ട് വേഗം പോകണ്ടേ, അതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ചത്. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ബോയാണ് ഗൈസ്. നമ്മുടെ തലയിലൊക്കെ വയ്ക്കില്ലേ, ആ ഒരു ബോയാണ് അതിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും ഗൈസ്, കണ്ടോ. അതും കൂടെ എടുത്തിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പം ഞാൻ അങ്ങനത്തെ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഗേളിനൊക്കെ വരച്ച് സ്റ്റിക്കർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാക്കിയാലും മതി. പിന്നെ ഞാൻ അവിടെ ഇത് ഞങ്ങൾ വാങ്ങിയ സ്റ്റിക്കറാണ് ഗൈസ്. 150 രൂപയുള്ളൂ.
അഫോർഡബിൾ ആണ്. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഇത് 20 ഷീറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ല രസമായിരിക്കും എഴുതാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ എവിടെ നമുക്ക് നമ്മുടെ ബോക്സിലോ അല്ലെങ്കിൽ വല്ല ബുക്കിലോ ജേർണൽ ബുക്കിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം ഗൈസ്. നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പർപ്പിൾ ജേർണൽ ഗൈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. അവിടെ ഒരു റൗണ്ട് ഇതൊക്കെ ഒട്ടിച്ചു. റൈറ്റിങ്സ്, മറ്റേ കുട്ടിച്ചത്തിൻ്റെ സ്റ്റിക്കർ, അങ്ങനത്തെ പാറ്റേൺ പേപ്പർ, ലേബല്, പിന്നെ ഇതാ റൈറ്റിങ്സ് ഒക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെന്തോ പിന്നെ ഞാൻ അതെത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ നമുക്ക് ഹൈലൈറ്റർ വെച്ച് ജസ്റ്റ് ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ അവിടെ ഇവിടെ കുത്തൊക്കെ കണ്ടോ, അവിടെ വല്ല കുത്തോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ എനിക്ക് അതിങ്ങനെ നല്ല ഭംഗിയുണ്ടാവുമെന്ന് തോന്നി. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. അത് ഇട്ടപ്പോൾ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന ഫീൽ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം പോവും. കണ്ടോ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ബൈ.